ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കീറ്റോ ഡയറ്റുകാർക്ക് പറ്റിയ ഒരു ഗാർലിക് പേസ്റ്റ് അല്ലെങ്കിൽ തൂമിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി അൽഫാം കഴിക്കുമ്പോൾ അതിന്റെ കൂടെ ഒരു ഗാർലിക് പേസ്റ്റ് കിട്ടുമല്ലോ. അത് സൺഫ്ലവർ ഓയിലും എഗ് വൈറ്റ് ഒക്കെ വെച്ച് ഉണ്ടാക്കിയതുകൊണ്ട് നല്ല ടേസ്റ്റുമാണ്. അപ്പൊ കീറ്റോ ഡയറ്റുകാർക്ക് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിൽ ഈ എഗ് വൈറ്റും ഒലിവ് ഓയിലോ കോക്കനട്ട് ഓയിലും ഒക്കെ വെച്ചിട്ട് അതേപോലെ ഉണ്ടാക്കാൻ നോക്കിയാൽ അത്ര ടേസ്റ്റി ആയിട്ട് വരില്ല. സൺഫ്ലവർ ഓയിൽ ചേർക്കുന്ന പോലെ അത്ര ടേസ്റ്റി ആവില്ല. പക്ഷേ ഇതിൽ ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് അങ്ങനെ കീറ്റോ ഡയറ്റുകാർക്ക് തൂമ് കഴിക്കാൻ പാടില്ല എന്നൊരു വിഷമമൊന്നും വേണ്ട. അതിനുവേണ്ടി നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തൂമ് സൺഫ്ലവർ ഓയിലും എഗ്ഗൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതെന്നാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചു തരുന്നത്. തയ്യാറാക്കാൻ വേണ്ടി ഇവിടെ ഒരു മിക്സിയുടെ ചെറിയ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1/2 കപ്പ് കാഷ്യൂ നട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 or 3 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് വേണ്ടവർക്ക് 3 എണ്ണം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 എണ്ണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ നാരങ്ങയുടെ പകുതി എടുത്ത് പിഴിഞ്ഞ് ഒഴിക്കാം. അതായത് നാരങ്ങയുടെ പുളി ഇത്തിരിയും കൂടെയൊക്കെ വേണം ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ അളവ് കൂട്ടാവുന്നതാണ്. അത് നോക്കിയിട്ട് മതി. എനിക്കിവിടെ പകുതി ചേർത്തപ്പോൾ കറക്റ്റ് ആയിരുന്നു. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണിനും താഴെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് 1/3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കുക. ഇവിടെ നമ്മുടെ തൂം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന തൂമിന്റെ അതേ പോലെ തന്നെയാണ് ഇത് കിട്ടിയിരിക്കുന്നത്. കാഷ്യൂനട്ടൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ ഒരു രീതിയിലും കൂടി കാണിച്ചു തരാം. ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഗാർലിക് പേസ്റ്റിലോട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ കളറിൽ വരും. ഞാൻ അങ്ങനെ അരച്ച് വെച്ചിരിക്കുന്നതാണ്. ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്ന മുളക് പൊടിയുടെ അളവാണ് ഇപ്പോൾ കാണിച്ചത്. ഇങ്ങനെ അരച്ചും കൂടി ഞാൻ ഇതെടുത്തു. അപ്പോൾ എനിക്കിങ്ങനെ മുളക് പൊടിയും കൂടി ചേർത്തപ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റി ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ 2 രീതിയിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കീറ്റോ ചെയ്യുന്നവർക്ക് ഇനി ഗാർലിക് മയണൈസ് അല്ലെങ്കിൽ തൂമൊന്നും ഒരിക്കലും മിസ് ചെയ്യില്ല. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഞാൻ ഇടയ്ക്കിടയ്ക്കായിട്ട് കീറ്റോ റെസിപ്പീസും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അല്ലാത്ത റെസിപ്പീസും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. യൂസ്ഫുൾ ആയിട്ടുള്ള റെസിപ്പീസ് ഒക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു. ഗുഡ് ബൈ.